ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ടേസ്റ്റിലൊരു മജ്ബൂസ് റെസിപ്പി ആട്ടാ. എന്തെന്നാ മജ്ബൂസ് എന്നല്ല, നമ്മളെ ചിക്കൻ മജ്ബൂസ് റെസിപ്പി. എന്നാൽ പിന്നെ വേഗം പോയിട്ട് ഒരു പാത്രത്തിലേക്ക്, നല്ലോണം ചൂടായി വരുന്ന പാത്രത്തിലേക്ക് 1 കപ്പ് വെളിച്ചെണ്ണ പകർന്ന് നല്ലപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പിട്ട് കുഴച്ച് വെച്ചിരിക്കുന്ന ചിക്കനില്ലേ നല്ലപോലെ കഴുകി വൃത്തിയാക്കി അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ കുഴച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ചേർത്ത് നല്ലപോലെ പൊരിച്ചെടുക്കണം കേട്ടോ. ഈ എണ്ണയിൽ കിടന്ന ചിക്കനെല്ലാം നല്ലപോലെ പൊരിഞ്ഞു വരണം. ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ, എന്നാൽ അത്രയ്ക്ക് ടേസ്റ്റുള്ള മജ്ബൂസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കേട്ടോ. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ഇതുപോലെ നല്ല 2 ഭാഗവും നല്ലപോലെ മൊരിഞ്ഞ് വരുന്നവരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് പൊരിച്ചെടുക്കണം. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 3 സവാള ചെറുതാക്കി അരിഞ്ഞതാണ് കേട്ടോ, ഇതുപോലെ അരിഞ്ഞത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കണം. ഒരു 1/2 സ്പൂൺ ഉപ്പിട്ടാൽ മതി കേട്ടോ. അങ്ങനെ 1/2 സ്പൂൺ ഉപ്പ് ഇട്ട് നമ്മളെ ഉള്ളി നല്ല പോലെ വാട്ടിയെടുക്കണം. നമ്മളെ ഉള്ളി നല്ല പോലെ വാട്ടിയെടുത്താൽ നമ്മൾ അതിലേക്ക് വേണ്ടിയത് 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 സ്പൂൺ ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ല പോലെ നമ്മൾ ഇളക്കി കൊടുക്കണം. പിന്നെ നമുക്ക് വേണ്ടിയത് ഒരു 3 തക്കാളി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതും നമ്മൾ ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ മണം നല്ലപോലെ പച്ചമണം മാറിയതിന് ശേഷം മാത്രം നമ്മൾ തക്കാളി അതിലേക്ക് ചേർത്ത് നല്ല പോലെ വഴറ്റിയെടുക്കണം. തക്കാളി നല്ലോണം വെന്ത് ഉടഞ്ഞ് കിട്ടണം കേട്ടോ. ഈ സമയം നല്ല പോലെ ഇളക്കി കൊടുക്കണേ, അടി പിടിക്കാണ്ട് നോക്കണം. അതേ സമയത്ത് നമുക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 സ്പൂൺ മുളക് പൊടി, ഒരു 1/2 സ്പൂണ് നമ്മളെ മല്ലിപ്പൊടി എന്ന് വെച്ചാൽ പിന്നെ വേണ്ടിയത് ചിക്കൻ മസാലപ്പൊടിയാണ്. ചിക്കൻ മസാലപ്പൊടി ഒരു 2 സ്പൂണോ ഇടണം കേട്ടോ. 2 സ്പൂൺ ചിക്കൻ മസാലപ്പൊടി ഇട്ട് നല്ല പോലെ ഇളക്കി പച്ചമണം മാറ്റിയെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടിയത് വെള്ളമാണ് കേട്ടോ. വെള്ളം എന്ന് വെച്ചാൽ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള അളവിൽ നമ്മൾ വെള്ളം ചേർക്കണം. എന്നിട്ട് നല്ല പോലെ തിളച്ച് വന്നാൽ നമ്മൾ അരി ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ സമയം നമുക്ക് ഉപ്പ് നോക്കി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കണം. ഇതുപോലൊന്ന് നല്ല പോലെ പതച്ച് വന്നാൽ ഒന്നും കൂടി ഇളക്കി അതിലേക്ക് നമുക്ക് നമ്മളെ കുരുമുളക് കൂടെ ചേർത്ത് നല്ല പോലെ ഇളക്കി മിക്സാക്കിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 പിടി മല്ലിച്ചപ്പ്, ഒരു 2 പിടിയോ 3 പിടിയോ മല്ലിച്ചപ്പ്, ഒരുപാടായ പ്രശ്നമൊന്നുമില്ല. മല്ലിച്ചപ്പ് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ മജ്ബൂസ് റെസിപ്പിക്ക് നൽകുന്നത് കേട്ടോ. അപ്പം നമ്മൾ നല്ലപോലെ ഇളക്കി മിക്സാക്കി ഇതുപോലെ ആകുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി മൂടി വെക്കണം. ഒരു 10 മിനിറ്റ് മൂടി വെച്ചാൽ നമ്മുടെ ഏകദേശം വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ടാവും. ഇങ്ങനെ വെള്ളമെല്ലാം വറ്റി വന്ന അതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും ചേർത്ത് നല്ല പോലെ ഇളക്കി മിക്സാക്കി എടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റോ ഒരു 10 മിനിറ്റോ നിങ്ങൾ ഒന്നുകൂടെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് എല്ലാവരുടെയും ചിക്കൻ എത്തണേ, അത് മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ മൂടി വെച്ചാൽ നമ്മൾ അടിപൊളി ടേസ്റ്റുള്ള മജ്ബൂസ് ഇവിടെ റെഡിയായി വരും. അതിനു മുമ്പ് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ നമ്മളെ ഗരം മസാലപ്പൊടി, അതായത് വീട്ടിൽ പൊടിച്ച ഗരം മസാലപ്പൊടി കേട്ടോ നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഒരു 1/2 സ്പൂൺ നമ്മൾ ഗരം മസാലപ്പൊടി കൂടെ ചേർത്ത് മൂടി വെച്ച് 1/2 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള മജ്ബൂസ് ഇവിടെ കിട്ടും. അടിപൊളി, മസ്റ്റായിട്ട് ട്രൈ ചെയ്തോ. മസ്റ്റ് ട്രൈ റെസിപ്പി കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾ ചെയ്യൂലേ? ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ, മറക്കണ്ട കേട്ടോ. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണേ. അടിപൊളി മജ്ബൂസ, മസ്റ്റ് ട്രൈ.